നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാസർഗോഡ് പൈവളികയിൽ 15-കാരിയും അയൽവാസിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. തൂങ്ങി മരിച്ചതാണ് എന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ മരണകാരണത്തെപ്പറ്റി വ്യക്തത വരികയുള്ളൂ. എന്തായാലും മറ്റു ചില വിവരവും കൂടി നമുക്ക് നോക്കാം. അതായത് ഇവരെ കാണാതാകുന്നത് ഫെബ്രുവരി 12-ാം തീയതിയാണ്. അന്നു മുതൽ വീട്ടുകാർ പരാതി നൽകിയിരുന്നു. അപ്പോൾ ഇവർ കാട്ടിലേക്കോ മറ്റോ പോയിട്ടുണ്ടാകുമെന്ന് കരുതി അവിടങ്ങളിൽ പരിശോധിച്ചിരുന്നു. പക്ഷേ ഈ ഭാഗത്തൊരു കോഴി ഫാമുണ്ട്. അവിടെ നിന്ന് വളരെ വലിയ ദുർഗന്ധമുണ്ട്. ഈ ദുർഗന്ധം, അതായത് ഈ കോഴി ഫാമിൽ നിന്നാണോ ദുർഗന്ധം വരുന്നത് അതോ മറ്റെന്തെങ്കിലും ദുർഗന്ധമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോയി ചിലർക്കെന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. മൃതദേഹം അഴുകിയത് തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പരിസരത്തെ വീടുകളിൽ ചെന്ന് അസ്വാഭാവിക മണം വരുന്നോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഒരു മണമില്ല എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. കാരണം അവിടെ കോഴി ഫാം ഉണ്ട്, അവിടെ നിന്നൊരു വൃത്തികെട്ട മണം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു അസ്വാഭാവിക മണമായിട്ട് ആർക്കും തോന്നിയില്ല. അത് പിന്നാലെ കാട്ടിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയും വലിയ രീതിയിലുള്ള തിരച്ചിൽ തന്നെയാണ് ഇവിടെ നടത്തിയത്. പക്ഷേ ഇവർ പരിസരത്തുണ്ടെന്ന് പോലീസ് സംശയം പറയുമ്പോൾ ഇവിടെ ഇല്ല അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകില്ല എന്ന തരത്തിലൊക്കെ വീട്ടുകാരും നാട്ടുകാരും മൊഴി നൽകി, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതികരണം അത്തരത്തിലായതുകൊണ്ട് തന്നെ ആ രീതിയിലായിരുന്നു അന്വേഷണം മുന്നോട്ട് പോയത്. എന്തായാലും മൃതദേഹങ്ങൾ കണ്ടെത്താൻ വൈകിയത് ഈ ഒരു കാരണത്താലാണ്. അതായത് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒരു മൊഴി, അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്താൻ വൈകിയത്. ഒരു സാധനങ്ങളും പണവും കയ്യിലെടുക്കാതെയാണ് ഇരുവരും പോയത്. അതായത് ഇപ്പോൾ ഒളിച്ചോടുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകളൊക്കെ വീട്ടിൽ കാണുമായിരുന്നു. ബാഗ് എടുക്കുക, വസ്ത്രങ്ങൾ എടുക്കുക. പക്ഷെ അത്തരത്തിലൊന്നും യാതൊന്നും എടുക്കാതെയാണ് ഇവർ രണ്ടുപേരെയും കാണാതായത്. രണ്ടുപേരുടെ വീട്ടിൽ അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഒന്നുമില്ല എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇരുവരും തമ്മിൽ ദീർഘനാളായി അടുപ്പമുണ്ട്. ഫോണിലൂടെ ബന്ധം തുടർന്നു. പരസ്പരം വിളിക്കാറുണ്ട്, ചിത്രങ്ങൾ അയക്കാറുണ്ട്. 1 വർഷം മുൻപ് ഇവരുടെ ബന്ധത്തെപ്പറ്റി ചൈൽഡ് ലൈനിൽ പരാതി വന്നിരുന്നു. അന്ന് സഹോദര സ്നേഹമാണെന്ന് പറഞ്ഞ് കേസ് ഒഴിവായി പോയതാണ്. ഈ വാദത്തെ വീട്ടുകാരും പിന്തുണച്ചിരുന്നു. രണ്ടുപേരും ഒരേ നാട്ടുകാരാണ്, വീട്ടുകാർ തമ്മിൽ അടുപ്പമുണ്ട്, അത്തരത്തിലുള്ള ബന്ധമായിരിക്കും ഇവർക്കിടയിൽ എന്ന ഒരു ധാരണയിലായിരുന്നു വീട്ടുകാർ. പെൺകുട്ടിയുടെ വീട്ടിൽ ഇയാൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. പെൺകുട്ടിക്ക് അച്ഛനും അമ്മയും അനിയത്തിയുമാണുള്ളത്. പെൺകുട്ടിയുടെ കൂടെ മരിച്ച നിലയിൽ കണ്ടെത്തിയാൽ അവിവാഹിതനാണ്. അന്നത്തെ പ്രശ്നത്തിന് ശേഷവും, അതായത് ചൈൽഡ് ലൈനിൽ ഇവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള ഒരു പരാതി വന്നതിന് ശേഷം, ആ പ്രശ്നത്തിന് ശേഷവും ഇയാളുടെ കാറിൽ പെൺകുട്ടി ക്ഷേത്രങ്ങളിലേക്കും മറ്റും പോയിരുന്നു. നേരത്തെ ഇയാൾക്ക് ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോൾ കാറാണ് ഇയാൾ ഓടിക്കുന്നത്. ഡ്രൈവറായി ജോലിക്ക് പോകുന്ന വ്യക്തിയാണ് ഇയാൾ. അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസ് അധികൃതർ പറയുന്നത്. എന്തായാലും പോലീസ് അധികൃതർ നൽകുന്ന വിവരം അനുസരിച്ച് ഇത്രയൊക്കെ കൂടുതൽ വിവരങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും എന്താണ് സംഭവിച്ചതെന്നത് വളരെ വലിയൊരു ആശങ്ക, ഒരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുന്നു. എങ്ങനെ ഇവർ മരണത്തിലേക്ക് നയിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്, അത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഫെബ്രുവരി 12-ന് രണ്ടുപേരെയും കാണാതായി. അന്ന് പരാതി കിട്ടിയപ്പോൾ തന്നെ FIR രജിസ്റ്റർ ചെയ്തു. അന്ന് തന്നെ പ്രദേശത്ത് തിരഞ്ഞു. രണ്ടാളും ഫോൺ ഇവിടെ ഉപേക്ഷിച്ച് കർണാടകയിലും മറ്റുള്ള ബന്ധുക്കളുടെ അടുത്ത് പോയിട്ടുണ്ടാകും എന്നായിരുന്നു കുടുംബാംഗങ്ങൾ പറഞ്ഞത്. ഇതനുസരിച്ച് മടിക്കേരിയിലും കർണാടകയിലും അന്വേഷണം നടത്തി. ഡോഗ് സ്ക്വാഡ്, ഡ്രോൺ അടക്കമുള്ളവ എത്തിച്ചായിരുന്നു പരിശോധന നടത്തിയത്. കാട്ടിലും പുഴയിലും എല്ലാം പരിശോധിച്ചു. മൊബൈൽ ടവർ ലൊക്കേഷൻ കിട്ടിയ ഭാഗത്തും പരിശോധിച്ചു. വീടിനോട് 200 മീറ്റർ ദൂരെയാണ് ഇവരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ടവർ ലൊക്കേഷനും തുടക്കം മുതൽ ഇവിടെ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു കിട്ടിയിരുന്നത്. ഇതിനിടയിൽ ഇവർ കർണാടകയിലേക്ക് പോയിട്ടുണ്ടാകും, മറ്റെവിടെയെങ്കിലേക്ക് പോയിട്ടുണ്ടാകും എന്നതടക്കമുള്ള ഒരു മൊഴികൾ അല്ലെങ്കിൽ ഒരു സംശയമൊക്കെ വന്നതിനെ തുടർന്ന് അത്തരത്തിലുള്ള അന്വേഷണവും വ്യാപിപ്പിച്ചിരുന്നു. കർണാടകയിലേക്ക് ഇരുവരും പോയിട്ടില്ലെന്ന് ഉറപ്പായതോടെ വീട്ടു പരിസരം കേന്ദ്രീകരിച്ചുള്ള പരിശോധന പോലീസ് പിന്നീട് കർശനമാക്കുകയായിരുന്നു. ഈ പരിശോധനയിലാണ് രണ്ടുപേരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹങ്ങൾക്കടുത്ത് 2 ഫോണുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ഇരുവരും ഒരുമിച്ചുള്ള 92 ചിത്രങ്ങൾ യുവാവ് കർണാടകയിലുള്ള ബന്ധുവിന് അയച്ചു കൊടുത്തിരുന്നു എന്ന് പോലീസ് അറിയിച്ചു. ഈ ചിത്രങ്ങൾ ഇരുവരും ഒരുമിച്ചായിരുന്നു എന്ന് സ്ഥിരീകരിക്കാൻ പോലീസിനെ സഹായിച്ചു. പല സമയങ്ങളിൽ പല സ്ഥലത്തു വെച്ചെടുത്ത ചിത്രങ്ങളാണ് അയച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നാലെ കർണാടക പോലീസിനെ ബന്ധപ്പെട്ട് കർണാടകയിലും പരിശോധന തുടങ്ങിയിരുന്നു. കർണാടകയിലെ പെൺകുട്ടിയുടെ പരിചയക്കാരിലൂടെയും ബന്ധുക്കളിലൂടെയും തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. പൈവളികയിലെ വീടും പരിസരവും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ടായിരുന്നു. കർണാടകയിലേക്ക് ഇരുവരും പോയിട്ടില്ലെന്ന് ഉറപ്പായതോടെ വീടിന്റെ പരിസരം
പരിസരം കേന്ദ്രീകരിച്ചുള്ള പരിശോധന പോലീസ് കർശനമാക്കി. എന്തായാലും ഒടുവിൽ അവരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കാണ് ഇത്തരത്തിലൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. കൂടെ 42കാരനായ യുവാവും മരിച്ചിരിക്കുകയാണ്. അതായത് സമയം തങ്ങൾ ഉറക്കമുണർന്നപ്പോൾ മകൾ വീട്ടിലുണ്ടായിരുന്നില്ല എന്നാണ് പിതാവ് പോലീസിന് നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അയൽവാസിയായ പ്രദീപിനെയും കാണാനില്ലെന്ന് വ്യക്തമായി. ഇവരുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ ഇവരെ ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തുന്നതിന് സമീപത്ത് കാണിച്ചിരുന്നു. തുടർന്ന് ഡ്രോൺ ഉൾപ്പെടെ വെച്ച് അന്വേഷണം നടത്തിയെങ്കിലും അവരെ കണ്ടെത്താനായില്ല. എന്നാൽ അന്ന് കൃത്യമായ ഒരു തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരെ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ, ഒരു വിമർശനവും ഒക്കെ പോലീസിനെതിരെ ശക്തമാകുന്നുണ്ട്. ഈ 15കാരി, അതായത് വെറും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പെൺകുട്ടിയെ ഈ 42കാരൻ പ്രണയച്ചതിയിൽ കുടുക്കിയിട്ടുണ്ടാകുമോ എന്ന ഒരു സംശയവും ഇവിടെ ശക്തമാകുന്നുണ്ട്. അയൽവാസിയാണ് ഇവരുടെ മൃതദേഹങ്ങൾ ഈ ഒരു മരത്തിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടനെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റിന് ശേഷം ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സഹോദരിക്കൊപ്പം കിടന്നുറങ്ങിയ കുട്ടി വീടിന്റെ പുറകുവശത്തെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയിരിക്കാം എന്നാണ് നിഗമനം. പെൺകുട്ടി ധരിച്ചിരുന്ന വസ്ത്രവും മൊബൈൽ ഫോണും വീടിനകത്ത് ഉപയോഗിച്ചിരുന്ന ചെരുപ്പും അല്ലാതെ മറ്റൊന്നും കാണാതായിട്ടില്ല. കുട്ടിയുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ആദ്യം ബെല്ലടിച്ചു, പക്ഷെ പിന്നീട് സ്വിച്ച് ഓഫ് ആയി. ഈ സാഹചര്യത്തിൽ മൃതദേഹങ്ങൾക്ക് എത്ര ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ നിർണായകമാണ്. പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ കിട്ടുന്ന സൂചനകൾ തിരിച്ചറിഞ്ഞ് സംഭവത്തിൽ പോലീസ് വിശദാന്വേഷണം നടത്തും. ഈ മരിച്ച പ്രദീപായിരുന്നു കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കിയിരുന്നതും വിളിച്ചുകൊണ്ട് വന്നിരുന്നതും. ഇയാളുടെ ഫോണും 12ാം തീയതി മുതൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കണ്ടെത്തി വീടിന്റെ സമീപത്തെ കാടുകളിൽ പ്രദേശവാസികളും പോലീസും തിരച്ചിൽ നടത്തിയിരുന്നു. എന്നാൽ അപ്പോഴൊന്നും മൃതദേഹം കണ്ടെത്താനായിരുന്നില്ല. 100ഓളം പേർ നടത്തിയ തിരച്ചിലാണ് ഒടുവിൽ ഇവരുടെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചത്. വീടിന് 200 മീറ്റർ അകലെ നിന്നുമായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഈ പെൺകുട്ടിയെ കാണാതായതോടെ മകളെ കണ്ടെത്തുന്നതിന് കുടുംബം ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തിരുന്നു. കുമ്പള പോലീസിൽ നിന്നും അന്വേഷണം മാറ്റി ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്ന അപേക്ഷ കാസർഗോഡ് SP നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു പോലീസ് ഊർജിത തിരച്ചിലിനിറങ്ങിയത്. എന്തായാലും മൃതദേഹങ്ങൾക്ക് പഴക്കമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. എത്ര ദിവസത്തെ പഴക്കമുണ്ട്, ഇവർ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്ന കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണം. എന്തായാലും നിർണായകമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ ഒരു കേസിന് വഴിത്തിരിവാകുന്ന എന്തെങ്കിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം അന്വേഷണം തൃപ്തികരമല്ലെന്ന് മഞ്ചേശ്വരം MLA AK.M. അഷ്റഫും കഴിഞ്ഞ ദിവസം കുറ്റപ്പെടുത്തിയിരുന്നു. ഈ ഒരു വിഷയം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഉന്നയിക്കുമെന്നും MLA വ്യക്തമാക്കിയിരുന്നു. പെട്ടെന്നാണ് ഇത് മാധ്യമങ്ങളടക്കം ഗൗരവമായി റിപ്പോർട്ട് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ തിരച്ചിൽ വീണ്ടും തുടങ്ങിയത്. ലോക്കൽ പോലീസിന് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും അന്വേഷണ സംഘത്തെ മാറ്റണമെന്നും കുട്ടിയുടെ കുടുംബവും ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ആ മകളെ കണ്ടെത്താൻ, ജീവനോടെ കണ്ടെത്താൻ ആഗ്രഹിച്ച് ആ പിതാവ് 12ാം തീയതി മുതൽ വലിയ രീതിയിലുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. നിയമവഴി ഒക്കെ അദ്ദേഹം തട്ടി, പക്ഷേ ചില അനാസ്ഥകൾ, അതുകൊണ്ട് തന്നെ അത് ഇവിടെ കുറ്റപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തീർച്ചയായിട്ടും ആ വീട്ടുകാർ പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ അവർക്ക് കണ്ടെത്താനായത്. അവരുടെ മകൾ നഷ്ടപ്പെട്ട ഒരു ദുഃഖത്തിലാണ് ആ വീട്ടുകാരായിരിക്കുന്നത്. അതിലുപരി എന്താണ് സംഭവിച്ചത്, മകളെ ഈ ഒരു ആപത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു മരണത്തിലേക്ക് നയിച്ച ആ കാരണം എന്താണ്, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത്, പ്രദീപാണോ ശരിക്കും കുറ്റക്കാരൻ, അല്ലെങ്കിൽ ഈ ഒരു മരണം ഇതൊരു ആത്മഹത്യ തന്നെയാണോ, അത് മറിച്ച് കൊലപാതകമാണോ എന്നതടക്കമുള്ള സംശയങ്ങളും ഒക്കെ ഇപ്പോൾ വളരെ ശക്തമാണ്. എന്തായാലും വിശദ വിവരങ്ങൾ കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ വീടുകളിലെ കുട്ടികൾ സുരക്ഷിതർ ആയിരിക്കണം, അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതത്വം മുതിർന്നവരുടെ കയ്യിലാണ് എന്ന ഒരു സംഭവം, എന്ന ഒരു കാര്യം അടിവരയിട്ട് സൂചിപ്പിക്കുന്ന സംഭവമായി ഇത് മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.